ഇട്ടാവട്ടം പോലൊരു സംസ്ഥാനമായ കേരളത്തിൽ 5-6 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് വയനാട്ടിലെത്താം. ഇനി ഹെലികോപ്റ്റർ ഉണ്ടെങ്കിലോ മിന്നൽ വേഗത്തിൽ വയനാട്ടിലെത്താം. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി വന്നില്ല. അതാണ് മുഖ്യമന്ത്രി. എന്നാൽ ഗവർണർ വരും. മുഖ്യമന്ത്രി ഇപ്പോൾ കർക്കിടക ചികിത്സയിലാണ്. ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിലോ ഇന്നലെ പുലർച്ചെ തന്നെ അദ്ദേഹം വയനാട്ടിലെത്തുമായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകുമായിരുന്നു. വി മിസ് യു ഉമ്മൻചാണ്ടി എന്ന് മലയാളികൾ ആവർത്തിക്കാനുള്ള കാരണം ഇതാണ്. കർണാടക മുഖ്യമന്ത്രിക്കും പ്രായമുണ്ട്, രോഗങ്ങളുണ്ട്. എന്നാൽ ഏതാനും പേർ മാത്രം മരിച്ച ഷിരൂരിൽ അദ്ദേഹം എത്തി. ഒരു മലയാളിയെ കാണാതായത് വലിയ വാർത്തയായ സാഹചര്യത്തിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതിൽ കേരളത്തോടുള്ള സ്നേഹവും കടപ്പാടും ഉണ്ടായിരുന്നു. അർജുനെ കാണാതായപ്പോൾ കേരളമല്ല രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്, അത് കർണാടകമായിരുന്നു. അവർ അർജുനെ അവരുടെ മകനെ പോലെ കരുതി. വയനാട് ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പിണറായിക്ക് പക്ഷേ ഒന്നും തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. നാളെ വയനാട്ടിൽ പ്രധാനമന്ത്രി വന്നാലും മുഖ്യമന്ത്രി സൗകര്യമുണ്ടെങ്കിൽ പോകും. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആരെന്ത് കരുതുന്നു എന്നൊന്നും മുഖ്യമന്ത്രിക്ക് അറിയേണ്ട. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. തലസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയതോടെ തീർന്നു മുഖ്യമന്ത്രിയുടെ വയനാട് സങ്കടം. എല്ലാം ഏകോപിപ്പിച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇന്ത്യൻ സർക്കാർ കേരളത്തിന് നൽകിയ സംഭാവനകൾ ഓർത്തതേയില്ല. മുഖ്യമന്ത്രി വയനാട്ടിൽ ചെന്നിട്ട് എന്താണ് നേട്ടമെന്ന് ചോദിക്കരുത്. മുഖ്യമന്ത്രി അവിടെ ചെന്നാൽ ചിത്രം മാത്രം. അഹോരാത്രം പണിയെടുക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് അത് വലിയ ആശ്വാസമായി മാറും. എന്നാൽ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു പിണറായി. പണ്ട് കസ്തൂരി രംഗനും മാധവ് ഗാഡ്ഗിലും പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞ സത്യങ്ങൾ അനുസരിക്കാത്തതിന്റെ ഫലമാണ് നിരപരാധികൾ അനുഭവിക്കുന്നത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഉരുൾപൊട്ടലുണ്ടായ 2019 സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ സംബന്ധിച്ച പഠനത്തിൽ ഗാഡ്ഗിൽ, കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളിലെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ തീരുമാനിച്ചിരുന്നു. 3 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. എന്നാൽ ഇത് പതിവ് പോലെ പിണറായിയുടെ വാചകമടിയായിരുന്നു. മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ വീണ്ടും പരിഗണിക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പാലാ ഉപതെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചു. പാലായോട് ചേർന്ന പ്രദേശങ്ങളെ കസ്തൂരി രംഗൻ, ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ നടപ്പിലാക്കിയാൽ ദോഷകരമായി ബാധിക്കുമെന്നതായിരുന്നു കാരണം. മാണി സി കാപ്പൻ ആദ്യമായി ജയിച്ചത് ആ തെരഞ്ഞെടുപ്പിലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ MP ഓഫീസ് SFI അടിച്ചു തകർത്ത സംഭവവും ഈ റിപ്പോർട്ടുകളുടെ ഭാഗമായിരുന്നു. 2018 പിണറായി സർക്കാർ തന്നെ പുറത്തിറക്കിയ ഒരു ഉത്തരവാണ് അടിച്ചു തകർക്കലിലേക്ക് നയിച്ചത്. ഈ റിപ്പോർട്ട് സുപ്രീം കോടതി ശരിവെച്ച് തുടർ നടപടികളിലേക്ക് പ്രവേശിച്ചിരുന്നു.